ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡറായിട്ടുള്ള ഹരിപ്രിയ മാമാണ്. മാം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ്, താങ്ക് യു. മാം, നമുക്ക് ആദ്യം അറിയേണ്ടത് നിഫ്റ്റിയുടെ ഒരു വ്യൂ തന്നെയാണ്. നിഫ്റ്റി നമ്മൾ നിലവിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് 0.42% നേട്ടത്തിൽ 25,174 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാമിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നിഫ്റ്റി 50 ഇപ്പോൾ എന്താണ്? നിഫ്റ്റി 50 ഇന്ന് കുറച്ച് ദിവസത്തെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇന്നൊരു നല്ല മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ 15 മിനിറ്റ്സ് ക്യാൻഡിൽ വെച്ച് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽസ് ആണ് കുറച്ചും കൂടെ എങ്കിലും ഒരു നല്ല മൂവ്മെന്റ് ആയിട്ട് കാണിക്കുന്നത്. അതായത് സെപ്റ്റംബർ 12 തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള സമയം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നല്ല കൺസോളിഡേഷൻ ആയിരുന്നു. ആ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരുന്നത് 25,000 ഇടയിലും 25,120 എന്ന് പറയുന്ന ഒരു റേഞ്ചിന് ഇടയിലുമാണ്. ഇന്നത്തെ ക്യാൻഡിൽസ് ആണ് ആ 25,120 എന്നുള്ള ആ ലെവൽ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് 25,170 ആ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നല്ല മൂവ്മെന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 25,220 വരെയെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോഴും ആ കൺസോളിഡേഷൻ കഴിഞ്ഞു എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ ക്യാൻഡിൽ ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇൻ കേസ് നല്ല ഒരു മൂവ്മെന്റ് വരുവാണെങ്കിൽ 25,150ക്ക് മുകളിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ വരുവാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് നല്ല എക്സ്പെക്ടേഷൻ വെച്ച് പുലർത്താം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കത് പറയാൻ പറ്റുന്നില്ല. മാം, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 0.37% നേട്ടമാണ് കാണുന്നത്. 55,090 എന്നൊരു നിലയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ നല്ലൊരു മൂവ്മെന്റ് കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. കാരണം കൺസോൾട്ടേഷൻ ആയിരുന്നു എങ്കിലും നല്ല മൂവ്മെന്റ്സ് ഇന്ന് പ്രകടമായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം 54,900 അല്ലെങ്കിൽ 55,000 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് ഇന്ന് നിഫ്റ്റി ബാങ്ക് മുകളിലേക്ക് ചാടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 55,100 വരെ ഉള്ള ഒരു ജമ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യായിരുന്നു. അത് ഓൾറെഡി കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നും ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ വരികയാണെങ്കിൽ ഒരു 56,200 വരെയുള്ള ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക ഇതില്. കാരണം നിഫ്റ്റി ഇതുവരെ ഒരു നല്ല മൂവ് എടുത്തിട്ടില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് 25th ഓഗസ്റ്റ് എന്നുള്ള ആ ഡേറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ജമ്പോട് കൂടിയാണ് അത് താഴേക്ക് പോകുന്നത്. ഒരു ഗ്യാപ്പ് ഫോർമേഷൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഗ്യാപ്പ് നമുക്കൊരു നല്ല മൂവ്മെന്റോട് കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം 55,200, അതിനുശേഷം നമുക്ക് 55,400, അതിനുശേഷം 56,000 ആ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നമ്മൾ നല്ലോണം വെയിറ്റ് ചെയ്യുക. ഇവിടെ ആ ഗ്യാപ്പ് നല്ലോണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിക്ക് നല്ലോണം മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. മാത്രമല്ല പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 55,200 എന്നുള്ള ലെവലിനെ നല്ലോണം ക്രോസ് ചെയ്യണം. എന്നാൽ മാത്രമേ മുകളിലേക്കുള്ള മൂവ്മെന്റ്സിന് നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുള്ളൂ. മാമിന് നമുക്ക് റിയൽറ്റി സൂചിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നലെ വലിയ രീതിയിലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഏറ്റവും മികച്ചു നിന്നൊരു സെക്ടറായി മാറിയത് റിയൽറ്റി ആയിരുന്നു. 2.41% മുന്നേറ്റമാണ് കണ്ടത്. പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകൾ എസ്പെഷ്യലി ആനന്ദരാജൊക്കെ നോക്കുമ്പോൾ 9% നേട്ടം രേഖപ്പെടുത്തി. പ്രസ്റ്റീജ്, ബ്രിഗേഡ്, DLF തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ റിയൽറ്റി സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നോക്കുമ്പോഴും നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് റിയൽറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽറ്റി സൂചികയിൽ മാമിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നമുക്ക് റിയൽറ്റി നോക്കുവാണെങ്കിൽ ഒരു ചെറിയ കൺസോളിഡേഷൻ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മൂവ്മെന്റ് നല്ലതാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ ലെവലിൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം 15th സെപ്റ്റംബറിൽ ഒരു ചെറിയ മൂവ്മെന്റ് കൊടുത്തിട്ട് ആ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ട് ട്രേഡ് ചെയ്യാൻ പതിയെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ നമ്മൾ 925 എന്നുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ ആ ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ ഇത് മുകളിലേക്ക് ഒരു വലിയ മൂവ്മെന്റ് കാണാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇതുവരെയുള്ള ക്യാൻഡിൽസ് ഒരു നല്ല എക്സ്പെക്ടേഷൻ തരുന്നുണ്ട്. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുവാണെങ്കിൽ ആ 15th സെപ്റ്റംബറിലെ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ആ 2 ക്യാൻഡിൽ കുറച്ച് നല്ല മൂവ്മെന്റ് തന്നിട്ടുള്ള ക്യാൻഡിൽസ് ആണ്. ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. 909 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 925 ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിഫ്റ്റി റിയൽറ്റി നല്ല ഒരു എക്സ്പെക്ടേഷൻ ആണ് ഇൻവെസ്റ്റേഴ്സിന് തരുന്നത്. നമുക്ക് പ്രതീക്ഷ വയ്ക്കാം.
അടുത്തൊരു സൂചി അറിയേണ്ടത് ഇന്നലെ റിയൽറ്റിക്ക് ശേഷം പിന്നീട് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു സൂചി എന്ന് പറഞ്ഞാൽ PSU ബാങ്കിങ് സൂചിയായിരുന്നു. ഇന്നലെ 0.6% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് PSU ബാങ്കിങ് സൂചികൾ ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൂചികൾ മാമിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒപ്പം വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി PSU ബാങ്ക് നല്ല ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ 7145 എന്നുള്ള ലെവൽ വരെയൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് 1 hour ക്യാൻഡിൽ ഫോർമേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഡെയിലി ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ 7143 എന്നുള്ള ആ ലെവല് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 7260 എന്നുള്ള ലെവൽ വരെയൊക്കെ റീച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഇപ്പം ഒരു ഇൻഡിസിഷൻ ആയിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽസ് ഫോം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ആ ഇൻഡിസിഷൻ ക്യാൻഡിൽസിനെ കവർ ചെയ്ത് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ മാത്രം നമുക്ക് മുകളിലേക്കുള്ള എക്സ്പെക്ടേഷൻ വയ്ക്കാം. പക്ഷെ ഇതൊരു നല്ല ഫോർമേഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ഡെയിലി ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 30th May തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെന്ന് വെക്കുക. അപ്പൊ 6700 എന്നുള്ള ലെവൽ തുടങ്ങി 7200 എന്നുള്ള ലെവലിന് ഉള്ളില് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു കൺസോളിഡേഷൻ ഫോം ചെയ്തേക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ചാർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ ഒരു ലെവൽ വരെ 7200 എന്നുള്ള ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 7100 എന്നുള്ള ലെവല് ക്രോസ് ചെയ്യാൻ ഇതിന് സാധിക്കണം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ച്. മാം, ഇനി മാരുതി സുസുക്കിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഏകദേശം 18% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ട്രേഡിംഗ് നടന്നതായിട്ട് കാണുന്നത്. ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ഇപ്പോൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ചെടുത്ത് പറയേണ്ട പുതിയ വാഹനം, അതായത് വിക്ടോറിയസിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 10,50,000 എന്ന രീതിയിലുള്ള ഒരു വിലയിലായിരിക്കും വാഹനം വരാൻ പോകുന്നത്. വിൽപ്പന ഈ മാസം 22-ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ, അതായത് പർട്ടിക്കുലർ നമ്മൾ ഈ ഓട്ടോ സെക്ടറിലെ മാരുതിയിലെ ഈ മുന്നേറ്റത്തിൻ്റെ മാമിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഒപ്പം മുന്നോട്ടൊരു കുതിപ്പാണ്, അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയാണോ മാം കാണുന്നത്? മാരുതി സുസുക്കി ഓൾറെഡി റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാച്ച് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ലെവൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ 15 minutes ക്യാൻഡിൽസോ 1 hour ക്യാൻഡിൽസോ 4 hours ക്യാൻഡിൽസോ ഒക്കെ വാച്ച് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഓൾറെഡി മുകളിലേക്ക് പോയ സ്റ്റോക്കുകൾ നമ്മൾ കൈവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഒരു നല്ല കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരുന്നതാണ്. നമ്മൾ 4th April 2024 എന്നുള്ള ആ ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നല്ല കൺസോൾട്ടേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ കൺസോളിഡേഷൻ നമുക്ക് ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത് 12,900 എന്നുള്ള ലെവലിനെ ക്രോസ് ചെയ്ത് ഒരു വലിയ ഒരു ഗ്യാപ്പ് ഫോർമേഷനോട് കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചു വരാം എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇത് ഹോൾഡിങ്ങിൽ വെച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു നല്ല മൂവിങ് ആവറേജ് 50-day മൂവിങ് ആവറേജിലോ 40-day മൂവിങ് ആവറേജിലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു നല്ല മൂവിങ് ആവറേജിൽ തടഞ്ഞു നിൽക്കുന്ന നേരം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓൾറെഡി ഇത് ഉയർന്നു കഴിഞ്ഞു. ഇനിയും ഒരു പക്ഷേ ഇത് ഉയരാൻ ചാൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നല്ലോണം വാച്ച് ചെയ്ത് അറ്റ്ലീസ്റ്റ് 14,700 എന്നുള്ള ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മാം, ഇനി SBI കാർഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.37% നേട്ടമാണ് ഇന്ന് കാണുന്നത്. 903 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു പ്രകടനം നോക്കുമ്പോൾ 5% ഒരു നേട്ടമാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഒരു വോളിയം നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലൊരു വോളിയം ട്രേഡിംഗ് നടന്നതായിട്ടും കാണുന്നുണ്ട്. SBI കാർഡിൽ മാമിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? SBI കാർഡ് നല്ല ഒരു ഓപ്ഷനാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ 50-day മൂവിങ് ആവറേജ് എന്നുള്ള ലെവലിൽ ക്രോസ് ചെയ്തുകൊണ്ട് അത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു ചെറിയ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രീൻ ക്യാൻഡിലിന്റെ വലിപ്പം ഞാൻ പറയാം, അറൌണ്ട് 900 എന്നുള്ള ലെവൽ. ആ 900 എന്നുള്ള ലെവലിൽ ക്രോസ് ചെയ്ത് നമുക്ക് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വോളിയം വന്നിട്ടുണ്ട് എന്താണെങ്കിലും താഴെയാണെങ്കിലും. ഇവിടെ ഒരു W ഫോർമേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. 28th July തുടങ്ങി ഇങ്ങോട്ടേക്ക് ഒരു W ഫോർമേഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ നെക്ക് ക്രോസ് ചെയ്ത് പോയേക്കുന്നത് 10th September എന്നുള്ള ഡേറ്റിനാണ്. അതിനുശേഷം വന്നേക്കുന്നത് നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഇനിയും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇൻ കേസ് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 938 940 എന്നുള്ള ലെവൽ വരേക്കെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും.
അവസാനമായി നമുക്ക് ചോദിക്കാനുള്ള ഓഹരി എന്ന് പറഞ്ഞാൽ FMCG എന്നുള്ള റാഡിക്കോയാണ്. റാഡിക്കോ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാർച്ച് തുടങ്ങി എല്ലാ മാസവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മാമിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? ഈ ഒരു ഓഹരി ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഓഹരിയാണ്. മാത്രമല്ല RSI ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 60ക്ക് മുകളിൽ 65 ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MACD ലെവലും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ലൈനിനെ വെട്ടി ഓൾറെഡി ഇപ്പൊ നമ്മൾ ഗ്രീൻ വോളിയം നോക്കുകയാണെങ്കിൽ നല്ല വോളിയം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ 52 വീക്ക് ഹൈയിൽ ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ 2910 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോർമേഷനും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ടെസ്റ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്.